വീട്ടിൽ വെച്ച് മർദ്ദിച്ചപ്പോൾ ഈ റമീസിന്റെ ബന്ധുക്കൾ അതിന് സാക്ഷിയായിരുന്നു. ആ ബന്ധുക്കൾ ഒന്നും തന്നെ പറഞ്ഞില്ല എന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വീട്ടിൽ നിന്നാണ് ഈ കുട്ടിയെ മതം മാറ്റുന്നതിന് വേണ്ടി പൊന്നാനിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്നും കൂടി പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങൾ നടന്നു എന്ന് പറയുന്ന ഈ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ വീട് നിലവിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഏകദേശം 2 മണിക്കൂറോളം സമയമായി നമ്മൾ ഈ വീടിന്റെ പരിസരത്തുണ്ട്. നമസ്കാരം. കോതമംഗലം സ്വദേശിനി സോന എന്ന 23 വയസ്സുകാരി സ്വയം ജീവിതം അവസാനിപ്പിച്ച വാർത്ത നിങ്ങൾ കണ്ടതായിരിക്കും. ഈ വാർത്ത ആദ്യം വന്ന സമയത്ത് ഇതിനകത്ത് വലിയ രീതിയിലുള്ള അസ്വാഭാവികതയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആ സീന് ഇച്ചിരി കോൺട്രയാണ്. കാരണം ഇതുവരെ ഉണ്ടായിരുന്നത് പോലെയല്ല. ഇപ്പോൾ കുറച്ച് സെൻസിറ്റീവ് ഇഷ്യൂ ആയിട്ടുണ്ട്. മതം മാറ്റൽ പോലെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഈ ഒരു പ്രശ്നത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വിഷയമാകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ സോനയ്ക്ക് റമീസ് എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് സ്നേഹബന്ധമുണ്ടായിരുന്നു, പ്രണയത്തിലായിരുന്നു. പഠിക്കുന്ന സമയം തൊട്ടുള്ള പ്രണയമാണ്. അവർ തമ്മിൽ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നതാണ്. അപ്പോൾ റമീസ് പറഞ്ഞിരുന്നു ആദ്യം തന്നെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ സോന മതം മാറണമെന്ന്. റമീസ് ഒരു മുസ്ലിമാണ്, അതുകൊണ്ട് തന്നെ സോന മതം മാറണമെന്ന് റമീസ് ആവശ്യപ്പെട്ടിരുന്നു. സോനയും അത് സമ്മതിച്ചിരുന്നു. വീട്ടുകാർക്കൊക്കെ അത്യാവശ്യം അറിയാമായിരുന്ന ബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് സോനയുടെ പിതാവ് മരണപ്പെടുന്നത്. 1 മാസം എങ്ങാണ്ടായതേ ഉള്ളൂ സോനയുടെ പിതാവ് മരണപ്പെട്ടിട്ട്. അതുകൊണ്ട് തന്നെ കല്യാണം നീട്ടി വെക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. 1 വർഷത്തിന് ശേഷം കല്യാണം കഴിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഈ റമീസ് വലിയൊരു ചതിയനാണ് എന്നുള്ള സത്യം സോന തിരിച്ചറിയുന്നത്. കാരണം റമീസിനെ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് അവിഹിത ബന്ധത്തിൽ പിടികൂടി. അപ്പോൾ ആ ഒരു വിഷയം അറിഞ്ഞതോട് കൂടിയിട്ട് ഇത്രയും നാളും മതം മാറാമെന്ന് തീരുമാനിച്ചിരുന്ന സോന ആ തീരുമാനം അങ്ങ് മാറ്റി. സ്നേഹിച്ച പുരുഷന് വേണ്ടിയിട്ട് സ്വന്തം മതം തന്നെ മാറി അവനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് സോന. അപ്പോൾ അവൻ ചതിയനാണ് എന്ന് അറിഞ്ഞതോട് കൂടിയിട്ട് മതം മാറാം എന്നുള്ള തീരുമാനം സോന അങ്ങ് മാറ്റി. പക്ഷേ റമീസുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ സോന തയ്യാറായില്ല. എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പം അങ്ങനെ തീരുമാനമൊക്കെ ആയി. 1 മാസത്തിനുള്ളിൽ തന്നെ കല്യാണം കഴിക്കാമെന്നൊക്കെ ഇരുന്നു. അങ്ങനെ സോന ഒരു ദിവസം കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് റമീസിൻ്റെ ഒപ്പം പോയി. അപ്പോൾ കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് നിന്ന് അന്നത്തെ ദിവസം റമീസിനൊപ്പം പോയി. റമീസിന്റെ വീട്ടുകാർക്കൊക്കെ കാര്യങ്ങൾ അറിയാമായിരുന്നു. അങ്ങനെ റമീസ് സോനയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ വീട്ടുകാർക്ക് ഈ ഒരു വിഷയം ഒന്നും അറിയത്തില്ല. രജിസ്റ്റർ മാരേജ് ചെയ്യാനാണ് പോയതെന്നൊന്നും സ്വന്തം വീട്ടുകാർക്ക് അറിയത്തില്ല, സോനയുടെ വീട്ടുകാർക്ക് അറിയത്തില്ല. അങ്ങനെ റമീസ് സോനയെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ മുറിയിൽ പൂട്ടിയിട്ടിട്ട് മർദ്ദിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. മതം മാറ്റാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചു, വഴക്കുണ്ടാക്കി, മർദ്ദിച്ചു. ഇത് വീട്ടുകാരും അറിഞ്ഞാണ് വീട്ടുകാരും കൂട്ടുനിന്നു. പിറ്റേ ദിവസം പൊന്നാനിയിൽ കൊണ്ടുപോയി നിർത്തി മതം മാറ്റാനൊക്കെ അവർ തീരുമാനമെടുത്തിരുന്നു. പക്ഷേ സോന എത്ര അടിച്ചിട്ടും വഴക്കുണ്ടാക്കിയിട്ടും സമ്മതിക്കാത്തത് കൊണ്ട് തിരിച്ച് സോനയെ വീട്ടിൽ കൊണ്ടുപോയി ആക്കേണ്ടി വന്നു. പക്ഷെ തിരിച്ച് സോന വീട്ടിൽ വന്നിട്ടും സ്വന്തം വീട്ടുകാരോട് ഈ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. സ്വന്തം അമ്മയോടോ സഹോദരനോടോ ഒന്നും തന്നെ ഈ ഒരു കാര്യങ്ങളൊന്നും പറയുന്നില്ല. ആരോടും ഒന്നും മിണ്ടാതെ പോയി ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ട് തീർത്തു, സ്വന്തം ജീവിതം തീർത്തു. എന്നിട്ട് ഈ കുറിപ്പ് റമീസിന്റെ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. റമീസിന്റെ അമ്മ സോനയുടെ അമ്മയെ വിളിച്ച് പറയുമ്പോഴാണ് സോനയുടെ അമ്മ സംഭവം അറിയുന്നത്. സോനയുടെ അമ്മ എത്രയും പെട്ടെന്ന് എനിക്കൊന്ന് ജോലിക്കെങ്ങാണ്ട് പോയതാണ്. വീട്ടിലേക്ക് വന്ന സമയത്ത് ഇങ്ങനെയാണ് കാണുന്നത്. ജീവനില്ലാതെ കിടക്കുന്ന മകളെയാണ് കാണുന്നത്. ഈ ഒരു വിഷയത്തിൽ എനിക്ക് സോന എന്ന് പറയുന്ന പെൺകുട്ടിയോട് പ്രത്യേകിച്ച് സിമ്പതിയൊന്നും തോന്നുന്നില്ല. സിമ്പതി തോന്നിയിട്ട് കാര്യമില്ല. ഇവിടെ എല്ലാവരും തെറ്റുകാരാണ്. സോന തെറ്റുകാരിയാണ്, സോനയുടെ വീട്ടുകാർ തെറ്റുകാരാണ്. അതോടൊപ്പം തന്നെ റമീസ് എന്ന് പറയുന്ന വ്യക്തി അവൻ ഏറ്റവും വലിയ തെറ്റുകാരനാണ്, അവൻ ഏറ്റവും വലിയ വൃത്തികെട്ടവനാണ്. റമീസിന്റെ വീട്ടുകാരും തെറ്റുകാരാണ്, സോനയുടെ കൂട്ടുകാരും തെറ്റുകാരാണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ വ്യക്തികളും തെറ്റ് ചെയ്തു എന്ന് ഞാൻ പറയും. സോന ആദ്യം തന്നെ റമീസുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണമായിരുന്നു. റമീസിനോട് പ്രേമമായിരുന്നു, അത്രയും പ്രേമമായിരുന്നു, അത്രയും സ്നേഹമായിരുന്നു എന്നെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പ്രണയിക്കുന്ന വ്യക്തി നമ്മളോട് നമ്മുടെ മതം മാറാൻ ആവശ്യപ്പെടുവാണ് എന്നുണ്ടെങ്കിൽ അവിടെ പ്രണയം ഇല്ല എന്ന് മനസ്സിലാക്കിക്കോണം. അപ്പം തന്നെ ആ പ്രേമബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോരാനുള്ളൊരു ധൈര്യം കാണിക്കണം. പോട്ടെ, മതം മാറാനാണല്ലോ ആവശ്യപ്പെട്ടത് എന്നെങ്കിലും പറയാം. വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ റമീസ് ചതിയനാണ് എന്ന് സോനയ്ക്ക് മനസ്സിലായതാണ്. റമീസ് തെറ്റുകാരനാണ്, ചതിയനാണ് എന്ന് മനസ്സിലായിട്ട് പോലും ആ ബന്ധം ഉപേക്ഷിക്കാതെ പിന്നെയും റമീസിനൊപ്പം പോയ സോനയും തെറ്റുകാരിയല്ലേ? തീർച്ചയായിട്ടും തെറ്റുകാരിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് കുറച്ച് വിവേകവും വിവരവും ബോധത്തോടു കൂടിയിട്ടും ഒക്കെ ചിന്തിക്കണം. നമ്മളെ മതം മാറ്റാൻ പ്രേരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഒരു റിലേഷനിൽ നിന്നു?
സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും കാര്യം നോക്കണ്ട, സ്വന്തം കാര്യമെങ്കിലും നോക്കാൻ നമ്മൾ തയ്യാറാവണം. എന്നിട്ട് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ടും റമീസിനും വീട്ടുകാർക്കും എതിരെ കൊണ്ടുപോയി പരാതി കൊടുത്ത് ഇത് വലിയൊരു വിഷയമാക്കുമായിരുന്നു. അന്നേരം തന്നെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കാമായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ അമ്മയോടും സഹോദരനോടും പറയണമായിരുന്നു, പറഞ്ഞില്ല. കൊണ്ടുപോയി പരാതി കൊടുത്തായിരുന്നുണ്ടെങ്കിൽ അവനെ പിടിച്ച് അകത്തിട്ടേനെ. ഇപ്പൊ എന്തുപോയി? സ്വന്തം ജീവിതം പോയി. ഇത്രയും നാള് നോക്കി വളർത്തിയ അമ്മയ്ക്ക് പോയി, അച്ഛനില്ല. അച്ഛൻ്റെ വിയോഗത്തിൽ വിഷമിച്ചിരിക്കുന്ന അമ്മയും സഹോദരനുമാണ്. അവർക്കൊന്നും കൂടി വിഷമം ഉണ്ടാക്കി കൊടുത്തിട്ട് മകളുടെ പാട്ടിന് പോയി. അപ്പം ഏതായാലും ഇവിടെ സോനയുടെ സഹോദരൻ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഈ വീട്ടുകാർ ഇതൊന്നും ഇപ്പോഴും അറിഞ്ഞിട്ടില്ലായിരുന്നു. മരണത്തിന് ശേഷവും വീട്ടുകാർ അറിഞ്ഞില്ല. പിന്നീട് സോനയുടെ കൂട്ടുകാരി ഈ സഹോദരനോട് ഈ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇവർക്ക് കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇതുപോലെ വീട്ടിൽ കൊണ്ടുപോയെന്നും മർദ്ദിച്ചുവെന്നും മതം മാറ്റാൻ പ്രേരിപ്പിച്ചു എന്നും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ സോനയുടെ വീട്ടുകാർ അറിയുന്നത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. ഈ റമീസും ഈ സോനിയും തമ്മിൽ പരസ്പര ഇഷ്ടത്തിലായിരുന്നു. കല്യാണാലോചനയായിട്ട് വീട്ടിൽ വന്നു. അപ്പം മരിച്ച സമയമായിരുന്നു. അന്നേരമാണ് ഇവർ കല്യാണമായിട്ട് വന്നത്. അപ്പോൾ തന്നെ ഇവരുടെ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലായത്. അപ്പം മരിച്ചിട്ട് ദിവസങ്ങളായിട്ടില്ലായിരുന്നു, ഒരു മാസം ആയിട്ടില്ല. അപ്പോഴേക്കും ഒരു കല്യാണാലോചനയായിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ സ്വഭാവം അറിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇവർ മതം മാറുമെന്ന് പറഞ്ഞ് ഞങ്ങൾ സമ്മതിച്ചു. എല്ലാം ഓക്കെ ആയിരുന്നു. ഒരു വർഷം കഴിഞ്ഞ് അപ്പം ആണ്ട് കഴിയുമ്പോൾ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. അന്നേരമാണ് ഇവനെ ലോഡ്ജിൽ നിന്ന് പിടിച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ അനാശാസ്യത്തിന് പിടിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ രഹസ്യമാക്കി വെച്ചു. പക്ഷേ ഇവർ ഇതെങ്ങനെ കണ്ടുപിടിച്ചു? അവളുടെ വാട്സപ്പിൽ ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഇവർ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഞാൻ ജാതി മാറില്ലാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളായി. ജാതി മാറില്ലാന്ന് പറഞ്ഞപ്പോഴേ പ്രശ്നങ്ങളായി. ഇത് നമ്മുടെ അടുത്ത് പറയണം. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവൻ പെങ്ങൾ കൂട്ടുകാരുടെ അടുത്ത് പോയപ്പോൾ അവിടെ ചെന്നിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്യാം, അവൻ്റെ കുടുംബത്തിൽ പള്ളിയിൽ നിന്നൊക്കെ പുറത്താൻ കുഴപ്പമില്ല, എന്നാലും നമുക്ക് രജിസ്റ്റർ മാരേജ് ജീവിക്കാമെന്ന് പറഞ്ഞ് ഇവൻ അവളെ കബളിപ്പിച്ച് നേരെ ആലുവയിൽ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി റൂമിൽ പൂട്ടിയിട്ടു. അവൻ്റെ ഉമ്മയും വാപ്പയും പെങ്ങളും കൂട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. പൂട്ടിയിട്ട് അവൾ മാനസികമായിട്ട് ചൂഷണം ചെയ്തു. അതുകൂടാതെ അവൾ മർദ്ദിച്ചു. എന്നിട്ട് ഇവളെ പൂട്ടിയിട്ടപ്പോൾ അവിടെ നിന്ന് ഈ കൂട്ടുകാരിനെ വിളിച്ച് പറഞ്ഞു. ഇവിടെ ജോൺസി എന്ന് പറഞ്ഞ കൂട്ടുകാരിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ ഞാനിത് ഇറങ്ങി കഴിഞ്ഞാൽ പ്രശ്നവും, ഞാൻ വിളിക്കണ്ടെങ്കിൽ മരിക്ക് തുറന്നു വിടാൻ പറയാൻ എൻ്റെ വീട്ടിലാക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇവർ പറഞ്ഞു പൊന്നാനിയിലേക്ക് വണ്ടി റെഡിയാക്കി വെച്ചേക്കുക, നീ വണ്ടി കയറി മാത്രമേ റൂമിൻ്റെ പൂട്ട് തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവളുടെ വിളിക്കുന്ന ഇവന്മാർ കേട്ടു. അപ്പോൾ ഈ കൂട്ടുകാരി ഇറങ്ങില്ല, പുറത്തൊരാൾ ഇറങ്ങില്ല പൂട്ടിയിട്ടേക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയാലും ഞങ്ങൾ വിളിച്ച് പറയുമല്ലോ. അതുകൊണ്ട് ഇവർ വെളുപ്പിന് കൊണ്ടുപോയിട്ടു. അപ്പോൾ നമ്മൾ ഇവൾ കൂട്ടുകാരുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞാണല്ലോ എൻ്റെ അടുത്ത് നിന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ വേറെ ചിന്തിക്കലല്ലോ, ഇവർക്ക് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇവൾ പിറ്റേന്ന് ക്ലാസ്സിൽ പോയി. അപ്പോൾ ഈ ക്ലാസ്സിൽ പോകുമ്പോൾ ഇവൾ പെട്ടെന്ന് വിളിച്ചൊക്കെ പോയി. ഈ കൂട്ടുകാരുടെ അടുത്ത് കണ്ടിച്ചെന്നായിരുന്നു. കൂട്ടുകാരി മുഖത്തന്നെ പാടുന്നു ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മർദ്ദിച്ചാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലാസ്സിൽ പോകുന്നു ഞങ്ങൾ ജോലിക്ക് പോകുന്നു. വേറെ പ്രശ്നങ്ങളില്ലല്ലോ. ഒരുപാട് പറഞ്ഞില്ലായിരുന്നു ഇങ്ങനൊരു. ഞങ്ങൾക്കിതറിയില്ല. ഞങ്ങൾ അറിഞ്ഞത് തന്നെ ഇവിടെ സംസ്കാരത്തിന് ശേഷം ഈ കൂട്ടുകാരി എന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ടാണ് എൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അന്നേരമാണ് ഞാൻ ഇങ്ങനെ. കേട്ടില്ലേ? സഹോദരൻ എല്ലാം അറിയുന്നത് ലാസ്റ്റിലാണ്. വീട്ടുകാർ അറിഞ്ഞായിരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തേനെ. ഒന്നും പറയാതെ പോയി മൊണ്ണെ പോലെ പോയി അങ്ങ് ജീവിതം അങ്ങ് അവസാനിപ്പിച്ചു. എനിക്ക് ഈ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നവരോട് എനിക്ക് യാതൊരു രീതിയിലുള്ള സഹതാപവും ഇല്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാഹചര്യം അത്രയും വഷളായിട്ട് രൂക്ഷമായിട്ടുള്ള സാഹചര്യമാണെന്നുണ്ടെങ്കിൽ പിന്നെയും ഓക്കെ, അക്സെപ്റ്റബിൾ ആണ്. എന്നാലും ഈ സ്വന്തം ജീവിതം സ്വയം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇവിടെ സോനയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധത്തിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. മതം മാറാൻ റമീസ് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ആ പ്രണയബന്ധം അവസാനിപ്പിച്ച് ആ ബന്ധത്തിൽ നിന്ന് വെളിയിലേക്ക് വരണമായിരുന്നു. എല്ലാം പോട്ടെ, റമീസ് എന്ന് പറയുന്ന വ്യക്തി ഒരു ചതിയനാണ്, അവൻ പെണ്ണുപിടിയനാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴെങ്കിലും ആ ബന്ധത്തിൽ നിന്ന് പുറത്തേക്ക് വരണമായിരുന്നു. ഏറ്റവും ലാസ്റ്റിൽ വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് ഉപദ്രവിച്ചപ്പോഴെങ്കിലും അവിടെ നിന്ന് പുറത്തു വരുന്നതിന് പകരം പോയി സ്വന്തം ജീവിതം അവസാനിപ്പിച്ചേക്കുന്നു. അവനല്ലാതെ വേറെ ഒരു ലോകവും ഇല്ലല്ലോ. അവൻ കഴിഞ്ഞേ ഉള്ളു ലോകം. അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു എന്നുള്ള രീതിയിൽ സ്വന്തം ജീവിതം അവസാനിപ്പിച്ചേക്കുന്നു. ഇപ്പൊ റമീസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. റമീസിന്റെ മാതാപിതാക്കളൊക്കെ വീടൊക്കെ പൂട്ടിയിട്ട് എവിടെയോ പോയിട്ടുണ്ട്. ഒരാളുടെ സമ്മതമില്ലാതെ അയാളെ ഉപദ്രവിച്ച് മതം മാറ്റാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാട്ടിൽ വലിയ തെറ്റുള്ളൊരു കാര്യം ഇപ്പൊ ഇല്ല, നമ്മുടെ രാജ്യത്തില്ല. ഒന്നാമതേ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് നടക്കുന്നു. മതം മാറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. ഇപ്പൊ ഇതിനെ എല്ലാവരും ലവ് ജിഹാദ് എന്ന് പറയുന്നുണ്ട്. ലവ് ജിഹാദ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം. കാരണം പ്രണയിച്ച് അവളെ മതം മാറ്റാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നു, മതം മാറ്റാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുന്നു. അവൾ അവളുടെ മതത്തിൽ തന്നെ നിന്നാൽ എന്താണ് കുഴപ്പം? അപ്പം അവളുടെ മതത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അവളുടെ വിശ്വാസത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ അവളെ പ്രണയിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ അന്യ മതസ്ഥരെ പ്രണയിച്ചോളൂ, അന്യമതസ്ഥരുമായിട്ട് ബന്ധം സ്ഥാപിച്ചോളൂ. പക്ഷേ നിങ്ങളുടെ വിശ്വാസത്തെയും നിങ്ങളുടെ ഇതിനെയും ഒക്കെ ബഹുമാനിക്കാൻ പറ്റുന്നവരുമായിട്ട് മാത്രം പ്രണയിക്കുക. എത്രയോ ആൾക്കാരുണ്ട് രണ്ട് മതത്തിൽ നിന്ന് കല്യാണം കഴിച്ച് അവരവരുടെ വിശ്വാസങ്ങൾ ഫോളോ ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുന്ന എത്രയോ ആൾക്കാരെ നമുക്ക് കാണാം. എത്രയോ മാതൃകയായിട്ടുള്ള കപ്പിൾസ് ഉണ്ട്. അവരവരുടെ മക്കളെയും അവരുടെ രണ്ട് മതവും അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും. മക്കളും അതേ രീതിയിലാണ് ഫോളോ ചെയ്തു പോകുന്നത്. അവർക്ക് മതമൊന്നുമില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിച്ച് ബഹുമാനത്തോടുകൂടി കഴിയുന്നു. പകരം പ്രേമിച്ചു എന്നുള്ള കാരണം പറഞ്ഞ് സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് മതം മാറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവസാനിപ്പിച്ചേക്കണം ആ ബന്ധം.
ഇവിടെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വലുതായിട്ട് മാധ്യമങ്ങൾ ഇതിനെ ചർച്ച ചെയ്യുന്നില്ല. ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇതിന്റെ ബോധം ഉണ്ടാക്കിയെടുക്കേണ്ടത് പെൺകുട്ടികളുടെ തലയിലാണ്. എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴേക്കും നേരെ പോയി അങ്ങ് അവസാനിപ്പിക്കുകയാണ് ജീവിതം. ഇതൊക്കെ ജീവിച്ചിരുന്നിട്ടും എന്ത് കാര്യം?